ഹായ് ഗായ്സ്. അസ്സലാമു അലൈക്കും. നമ്മൾ സൺഡേ പ്രാക്ടീസിനൊക്കെ കോയമ്പത്തൂർ പോയിട്ട് കഴിഞ്ഞ് വന്നിട്ട് വണ്ടിയൊന്നും വാഷ് ചെയ്തില്ലായിരുന്നു. അപ്പം മഴയൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഇന്നത്തേക്ക് വാഷ് ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി വാഷ് ചെയ്യുന്ന വീഡിയോസിലേക്ക് പോകാം ഗായ്സ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇതാണ്, മോട്ടോക്രോസ്. ഇത് മൊത്തത്തിൽ ചെളിയായിട്ട് ഇരിക്കുക, അതായത് പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ ആയിട്ടേ നമുക്കിതിനൊന്ന് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ബൈക്ക് റെഡി ആയിട്ടുണ്ട് വാഷ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡ് എടുത്തില്ല, സ്റ്റാൻഡ് കൊടുക്കുക. സ്റ്റാൻഡ് നമ്മൾ സർവീസിനുണ്ട്, അപ്പോൾ വർക്ക്ഷോപ്പിൽ വെച്ച് എടുക്കാൻ പറഞ്ഞു. തൽക്കാലം നമ്മളൊരു ഇതിൻ്റെ മേളിലാണ് കയറ്റിയിരിക്കുന്നത്. അപ്പോൾ ഫുള്ള് നമ്മൾ വണ്ടി വാഷ് ചെയ്യാൻ പോവാണ്. എക്സോസ്റ്റൊക്കെ നമ്മൾ ഇതൊരു ക്യാപ്പ് വെച്ച് അടച്ച് ഇനി ഫിൽറ്ററും കൂടെ അടയ്ക്കാണ്ട് ഫിൽറ്ററും കൂടെ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് വാഷിങ്ങിലേക്ക് കിടക്കാം. നമ്മുടെ ഗണ്ണ് ഇത് മെഷീൻ കാര്യങ്ങളൊക്കെ റെഡിയാണ് കഴുകാൻ. നമുക്കടുത്ത വാഷിംഗ് പ്രോസസ്സിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് നമുക്ക് വാഷിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ മോട്ടോക്രോസിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട് ഫുള്ളായിട്ട്. ഇപ്പോൾ ജസ്റ്റ് ഒരു വാഷിംഗ് വീഡിയോ ആയിട്ടാണ് എടുക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് റിവ്യൂവും കാര്യങ്ങളും അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്ത് നോക്കും. നമ്മുടെ വണ്ടിയുടെ റിവ്യൂവിൻ്റെ വീഡിയോ ആണ്. ഗൈസ്, അപ്പോൾ ഈ വണ്ടികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് ജീവനാട്ടോ വണ്ടികളോട്. ചെറുപ്പം മുതൽ എനിക്ക് വണ്ടികളോട് ഭയങ്കര ക്രൈസാണ്. അതുപോലെ തന്നെ എൻ്റെ ഒരു ഡ്രീം ബൈക്കായിരുന്നു മോട്ടോക്രോസ് മേടിക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ എല്ലാ വണ്ടിയും തന്നെ അതെ ഞാൻ സ്വന്തം പണിയെടുത്ത് തന്നെ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവും ഒരു വണ്ടി മേടിക്കുന്നതായാലും. അപ്പോൾ ഇത് കൂടാണ്ട് തന്നെ ഞാനൊരു വേറൊരു വ്ളോഗ് ചെയ്യുന്നുണ്ട് കേട്ടോ, എൻ്റെ വണ്ടികളുടെ ഒരു വ്ളോഗ്. അതിനകത്ത് എൻ്റെ എല്ലാ വണ്ടികളും കാര്യങ്ങളും എൻ്റെ കയ്യിൽ ഏതൊക്കെ വണ്ടികളുണ്ടെന്നെല്ലാം ഞാൻ പറയാം.
അപ്പോൾ ഗൈസ് നമ്മുടെ വണ്ടി എല്ലാം കഴുകി റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ മോട്ടോക്രോസിൻ്റെ വാഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇവനൊന്ന് ജസ്റ്റ് ചെറിയ സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓയിൽ ചേഞ്ച് ഫിൽറ്ററൊക്കെ മാറാൻ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ആശാൻ്റെ വർക്ക്ഷോപ്പിലേക്ക് പോകാം. കുഞ്ഞോട് പുറത്ത് പോയിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. അവൾ വണ്ടിയിൽ എന്തൊക്കെയോ പണിയുണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കാം. പൊടിമൂടുണ്ട്, ഒന്നും അറിയില്ല, എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. തോന്നുന്നു കേട്ടോ. പേടിച്ചിട്ട്. പക്ഷെ ആഹാ, വണ്ടിയിൽ ഇത് കയറുന്നു. ഞാൻ ഇല്ലെങ്കിൽ ഇപ്പോൾ വണ്ടി വരെ എടുത്തുകൊണ്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടെണ്ണം കൂടെ സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നത്. അവളുമാർ സ്റ്റാർട്ടാക്കാൻ നോക്കണ്ടേ, പേടിച്ചിട്ട്. പേടിച്ച് ഓഫാക്കാൻ അറിയാൻ പാടില്ലാന്ന് തോന്നുന്നു. ഓഫാക്കി. നമുക്കേ അവളുമാരെ പിടിക്കാം. പോയി ആരുടെ എൻ്റെ വണ്ടി കയറി? എന്നായിരുന്നു ഇവിടെ പരിപാടി? ഓണാക്കി ഞങ്ങൾക്ക് ഓണാക്കാൻ ഓണാക്കിയുണ്ട്. ഇത് ഓണാക്കട്ടെ, ഞാൻ ഓണാക്കട്ടെ.